2015 ജനുവരിയിൽ ഓക്ലൻഡിലെ പാർനെൽ റെയിൽവേ സ്റ്റേഷനിലെ ഒരു കൂട്ടം ന്യൂസിലാൻഡ് സിനിമാ വിദ്യാർത്ഥികൾ അവരുടെ സ്കൂളിന് പുറത്ത് ചിത്രീകരണം നടത്തുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ ക്രിസ് മിർ എന്ന വിദ്യാർത്ഥി പകർത്തിയതാണ്. കുറച്ചു മിനിറ്റ് ക്രിസും സുഹൃത്തുക്കളും ചിത്രീകരിക്കുമ്പോൾ അവിടെ ചുറ്റിത്തിരിയുകയും ആസ്വദിക്കുകയും ചെയ്തു. എന്നാൽ അപ്പോഴാണ് വെളുത്ത മുഖംമൂടി ധരിച്ച ഒരു പുരുഷനും സ്ത്രീയും സ്റ്റേഷന് സമീപമുള്ള ഉയരമുള്ള പുല്ലിൽ ഒളിച്ചിരിക്കുന്നതും ക്യാമറയിലേക്ക് അശുഭകരമായി നോക്കുന്നതും സംഘം കണ്ടത്. പിന്നീട് വെളിപ്പെടുത്തിയതുപോലെ മുഖംമൂടി ധരിച്ച ആളുകൾ സ്കൂളിലെ തമാശക്കാരാണെന്ന് ക്രിസും സുഹൃത്തുക്കളും ആദ്യം കരുതി അവരെ വിരട്ടിയോടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ദൃശ്യങ്ങളിലുടനീളം അവർ ചിരിക്കുന്നത് കേൾക്കാൻ കഴിയുന്നത്. എന്നിരുന്നാലും പിന്നീട് അത് കൂടുതൽ പരിഭ്രാന്തമായ ചിരിയാണെന്നും ഏറ്റുമുട്ടലിനിടെ അവർ വളരെ ഭയന്നിരുന്നുവെന്നും വിദ്യാർത്ഥികൾ സമ്മതിച്ചു. അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യം ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ദമ്പതികൾ ആയുധധാരികളായി കാണപ്പെടുന്നതായി അവർ ശ്രദ്ധിച്ചു. ചില ഹെലികോപ്റ്റർ വരുന്നത് അവർ കണ്ടതായി റിപ്പോർട്ടുണ്ട്. ആ ദിവസം പോലീസിനെ വിളിച്ചത് ആരാണെന്ന് പൂർണ്ണമായും വ്യക്തമല്ല. പക്ഷേ എന്റെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ദമ്പതികൾ അവരുടെ വിചിത്രമായ മുഖംമൂടികളും ആയുധങ്ങളും ഉപയോഗിച്ച് പൊതുജനങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഇതാദ്യമല്ല. ആ ആഴ്ചയുടെ തുടക്കത്തിൽ ഓക്ലൻഡിലെ ഡൊമൈൻ പാർക്കിൽ ഒരു സ്ത്രീയെ അവർ ഭയപ്പെടുത്തിയിരുന്നു. പക്ഷേ പോലീസിന് അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവർ പോയി. പോലീസുകാർ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ക്രിസും സുഹൃത്തുക്കളും അവർക്ക് റിപ്പോർട്ട് നൽകി. അതിനുശേഷം ഓക്ലൻഡ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അപ്ലോഡ് ചെയ്തു. അതിൽ സംശയിക്കപ്പെടുന്നവരോട് മുന്നോട്ട് വരാൻ ആവശ്യപ്പെടുകയും കൂട്ടക്കൊല ദമ്പതികളെ കണ്ടാൽ അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധാരണക്കാർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആയുധം പോലെ തോന്നിക്കുന്ന എന്തെങ്കിലും കൊണ്ടുപോകുന്നത് ആരെങ്കിലും കണ്ടാൽ അത് യഥാർത്ഥമാണോ വ്യാജമാണോ എന്ന് അറിയാൻ ഒരു മാർഗവുമില്ലെന്നും അത് യഥാർത്ഥമാണോ എന്ന മട്ടിൽ സാഹചര്യത്തെ സമീപിക്കാൻ നിർബന്ധിതരാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം താമസിയാതെ സംശയിക്കപ്പെടുന്നവർ പോലീസുമായി സംസാരിക്കാൻ മുന്നോട്ട് വന്നതായി റിപ്പോർട്ടുണ്ട്. അന്വേഷണത്തിലുടനീളം ഈ ആളുകൾ ആരായിരുന്നു, അവരുടെ ആയുധങ്ങൾ യഥാർത്ഥമാണോ, അവരുടെ ഉദ്ദേശ്യങ്ങൾ എന്തായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരവും അധികാരികൾ പൊതുജനങ്ങൾക്ക് നൽകിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് വെറും ഒരു നിഷ്കളങ്കമായ തമാശയായിരുന്നില്ല. വാസ്തവത്തിൽ ഓൺലൈനിൽ ധാരാളം ആളുകൾ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി വിദ്യാർത്ഥികൾ ഒരു തമാശ നടത്തിയെന്ന് ആരോപിക്കാൻ തുടങ്ങിയപ്പോൾ സ്കൂളിലെ ഒരു വക്താവ് കൂട്ടപ്രതികൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വ്യക്തമാക്കി. വൈസ് എഴുതിയ ഒരു ലേഖനം അനുസരിച്ച് ആയുധങ്ങൾ വ്യാജമാണെന്ന് പിന്നീട് ഒരു പോലീസ് വക്താവ് സ്ഥിരീകരിച്ചു. എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഇന്നുവരെ സംശയിക്കപ്പെടുന്നവർ ആരാണെന്നോ ഒരു കാരണവുമില്ലാതെ അവർ പൊതുജനങ്ങളെ ഭയപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നോ പലർക്കും അറിയില്ല. എന്തുതന്നെയായാലും കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിനു മുമ്പ് ക്രിസിനും സുഹൃത്തുക്കൾക്കും രക്ഷപ്പെടാൻ കഴിഞ്ഞത് നല്ല കാര്യമാണ്. ജപ്പാനിലെ ഫുജി പർവ്വതത്തിന്റെ അടിത്തട്ടിൽ മരങ്ങളുടെ കടൽ എന്നറിയപ്പെടുന്ന ഒരു വനമുണ്ട്. രസകരമെന്ന് പറയട്ടെ, മൗണ്ട് ഫുജിയുടെ അവസാനത്തെ വലിയ പൊട്ടിത്തെറിയുടെ ഫലമായി ഉണ്ടായ 30 ചതുരശ്ര കിലോമീറ്റർ കട്ടിയുള്ള ലാവയിൽ നിന്നാണ് മുഴുവൻ വനവും വളർന്നത്. കുറച്ചുകൂടി അസ്വസ്ഥതയുണ്ടാക്കുന്ന കാര്യം, വർഷങ്ങളായി മരങ്ങളുടെ കടൽ ആളുകൾ സ്വന്തം ജീവൻ എടുക്കാൻ പോകുന്ന സ്ഥലമായി അറിയപ്പെടുന്നു. നിങ്ങൾ കാട്ടിലേക്ക് കൂടുതൽ ദൂരം പോയാൽ ഒരു മൃതദേഹം കണ്ടെത്തുന്നത് അസാധാരണമല്ല. കാടിന്റെ പ്രവേശന കവാടത്തിനടുത്തായി ജാപ്പനീസ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് ഇങ്ങനെയാണ്: നിങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുട്ടികളെയും കുറിച്ച് ഒരിക്കൽ കൂടി നിശബ്ദമായി ചിന്തിക്കുക. ദയവായി ഒറ്റയ്ക്ക് കഷ്ടപ്പെടരുത്. ഡബിൾ ക്വോട്ട്. ആദ്യം കൈനീട്ടുക. 2017 ജൂലൈയിൽ നഗരപര്യവേക്ഷകനും യൂട്യൂബറുമായ ബർബെക്സ് താൻ എന്താണ് കണ്ടെത്തുന്നതെന്ന് കാണാൻ കാട്ടിലേക്ക് പോയി. തന്റെ മുഴുവൻ യാത്രയിലൂടെയും തന്റെ കാഴ്ചക്കാരെ മരങ്ങളുടെ കടലിലേക്ക് നയിച്ചു. എന്നാൽ വീഡിയോ വേണ്ടത്ര മെരുക്കപ്പെട്ടതായി ആരംഭിച്ചെങ്കിലും പര്യവേക്ഷണം ആരംഭിച്ച് കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ അപ്ലോഡർ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബൈക്ക് കാണുന്നു. അപ്പോഴാണ് കാര്യങ്ങൾ അല്പം അസ്വസ്ഥമാകുന്നത്. ഞാനിപ്പോൾ റോഡിൽ നിന്ന് കുറച്ച് മീറ്റർ മാത്രം അകലെയാണ്, പക്ഷേ ഞാൻ ഇതിനകം ഉപേക്ഷിക്കപ്പെട്ട ഒരു ബൈക്ക് കണ്ടെത്തി. ഇത് യഥാർത്ഥത്തിൽ വളരെ നല്ല ഒരു ബൈക്കാണ്. നമുക്ക് അത് നോക്കാം. ഇവിടെ വളരെ കാലമായിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ഇവിടെ എന്താണ് ലഭിച്ചത്? പിന്നെ ഒരു കത്തിക്കുള്ള പാക്കറ്റ്. ഒരു ഭാഗിൽ എന്തോ ഒരു കുറിപ്പ് ഞാൻ കണ്ടെത്തിയതായി തോന്നുന്നു. അതിൽ 1211 എന്ന് എഴുതിയിരിക്കുന്നു. ഇത് ഇവിടെ ഒരാളുടെ പേരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന്റെ അർത്ഥമെന്താണെന്ന് എനിക്ക് ഉറപ്പില്ല. ബൈക്കിന്റെ മുകളിൽ ബർബെക്സ് ഒരു അടുക്കള കത്തിക്കുള്ള ഒരു ഒഴിഞ്ഞ പാക്കേജിംഗ് കാണുന്നു. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ഒരു പ്ലാസ്റ്റിക് ബാഗിൽ എഴുതിയ ഒരു കുറിപ്പ് അയാൾ കാണുന്നു.
കുറിപ്പ് 1211 വെരിഫൈഡ് എന്നാണ് വിവർത്തനം ചെയ്യുന്നത്. ഫ്യൂജിയോഷ പോലീസ് സ്റ്റേഷൻ വെരിഫൈഡ്, അതായത് കാട്ടിൽ സ്വന്തം ജീവനെടുക്കാൻ ആരെങ്കിലും തങ്ങളുടെ സാധനങ്ങൾ ഉപേക്ഷിച്ചതിന്റെ തെളിവായിരിക്കാം ഇത്. ലോക്കൽ പോലീസ് സ്റ്റേഷൻ സ്ഥിരീകരിച്ചു. വർഷങ്ങളായി ആ വനത്തിൽ എത്ര ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് ചിന്തിക്കുന്നത് അവിശ്വസനീയമാംവിധം വേട്ടയാടുന്നു. കൂടാതെ ഭൂപ്രദേശം പര്യവേക്ഷണം ചെയ്യുമ്പോൾ യാദൃശ്ചികമായി കടന്നുപോകുന്ന ഏതൊരാൾക്കും മൃതദേഹം എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് അതിലും അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. വർഷങ്ങളായി ജാപ്പനീസ് സർക്കാർ പ്രവേശന കവാടത്തിന് സമീപം സുരക്ഷാ ക്യാമറകൾ സ്ഥാപിക്കുക, ജീവനെടുക്കാൻ ആഗ്രഹിക്കുന്ന സന്ദർശകരോട് സംസാരിക്കാൻ സന്നദ്ധ പ്രവർത്തകരെ പരിശീലിപ്പിക്കുക തുടങ്ങിയ നിരവധി നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ആളുകളെ ഇത് പിന്തുടരുന്നതിൽ നിന്ന് തടഞ്ഞിട്ടില്ല. സമീപ വർഷങ്ങളിൽ കാടിനെ സെൻസേഷനലൈസ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്ന വസ്തുതയും സഹായിച്ചിട്ടില്ല. 2023 തുടക്കത്തിൽ കാനഡയിലെ റെഡ് ഡീഡിലെ തന്റെ അയൽപ്പക്കത്ത് പതിവ് വൈകുന്നേരം നടക്കുമ്പോൾ ഡേവിഡ് മെറിഡിത്ത് എന്നയാൾ പെട്ടെന്ന് ഒരു മരത്തിനരികിൽ ഒരു കാളമൂസ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. കൂടുതൽ നന്നായി കാണാമെന്ന പ്രതീക്ഷയിൽ അയാൾ മരത്തിന് പിന്നിൽ ഒളിച്ചു നോക്കി. അപ്പോഴാണ് മൂസ് തിരിഞ്ഞു നോക്കി അവന്റെ നേരെ ചാടി വീഴാൻ തുടങ്ങിയത്. ഇത് എത്ര അവിശ്വസനീയമാംവിധം അപകടകരമാണെന്ന് മനസ്സിലാക്കാൻ ഒരു മുതിർന്ന ആൺമൂസിന് 35 മൈലിൽ കൂടുതൽ വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന് ഓർമ്മിക്കുക. ഇത് ശരാശരി മനുഷ്യരുടെ പരമാവധി വേഗതയുടെ ഇരട്ടി വേഗതയാണ്. മൂസ് പൊതുവെ ആക്രമണകാരിയല്ലെങ്കിലും ഭീഷണി തോന്നിയാൽ അവയ്ക്ക് ഒരു മനുഷ്യനെ എളുപ്പത്തിൽ ചവിട്ടിക്കൊല്ലാൻ കഴിയും. ഇവിടെ മൂസിന്റെ കൈയെത്താത്ത സ്ഥലത്തുനിന്ന് മാറിയ ഉടനെ അയാൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. ഏകദേശം 30 സെക്കൻഡ് നേരം മൂസ് ഡേവിഡിനെ തുറിച്ചുനോക്കി. മൂസ് പോകുന്നതുവരെ കാത്തിരിക്കുമ്പോൾ ഓപ്ലോഡർ ശ്വസിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. എന്നാൽ താമസിയാതെ മൂസ് തല താഴ്ത്തി മുന്നോട്ടും പിന്നോട്ടും ചാടാൻ തുടങ്ങുന്നു. ഇത് സമ്മർദ്ദത്തിലാണെന്നും ഡേവിഡ് മരത്തിൽ നിന്ന് ഇറങ്ങുകയോ വീഴുകയോ ചെയ്താൽ ചവിട്ടി മെതിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അഭിമുഖം നടത്തിയ വാർത്താ ചാനലിനോട് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂസ് തന്നെ ഒറ്റയ്ക്ക് വിടുന്നതുവരെ ഡേവിഡ് 10 മിനിറ്റിലധികം മരത്തിൽ തന്നെ നിന്നു. മരത്തിൽ എങ്ങനെ കയറിയെന്ന് ചോദിച്ചപ്പോൾ ദുർബലമായി കാണപ്പെടുന്ന ഒരു ശാഖയിലൂടെ താൻ എങ്ങനെ മുകളിലേക്ക് കയറിയെന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഇത് ഈ മുഴുവൻ സാഹചര്യത്തിന്റെയും ഏറ്റവും ആശങ്കാജനകമായ ഭാഗമാണ്. ആ ശാഖ ഒടിഞ്ഞു വീഴുന്നു. ഡേവിഡ് വളരെ കോപാകുലനായ ഒരു മൂസിന്റെ കാരുണ്യത്തിലായിരിക്കുമായിരുന്നു. കഥ പറയാൻ അവൻ ജീവിച്ചിരിക്കില്ലായിരിക്കാം. ഭാഗ്യവശാൽ ഡേവിഡ് താഴെയിറങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ മൂസ് ശ്രമം ഉപേക്ഷിച്ച് ഓടിപ്പോയി. അതിനാൽ അപ്ലോഡർക്ക് അരമണിക്കൂർ കൂടി കാത്തിരുന്ന ശേഷം സുരക്ഷിതമായി താഴെയിറങ്ങാൻ കഴിഞ്ഞു. 2018 ഫെബ്രുവരിയിൽ ഗ്രെഗ് ഹാരിസ് എന്നയാൾ പേരില്ലാത്ത ഒരു പാതയിലൂടെ തന്റെ എഡിവി ഓടിക്കുന്ന ഒരു ഗോപ്രോ വീഡിയോ അപ്ലോഡ് ചെയ്തു. ആദ്യത്തെ കുറച്ച് നിമിഷങ്ങളിൽ ഇത്തരത്തിലുള്ള അപ്ലോഡിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൃത്യമായി ദൃശ്യങ്ങൾ കാണിക്കുന്നു. എന്നാൽ കണ്ണിമ വെട്ടുന്ന സമയത്ത് അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്ന എന്തോ ഒന്ന് ഗ്രെഗിന്റെ ATV യാത്രയെ തടസ്സപ്പെടുത്തുന്നു. വളരെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. ഭാഗ്യവശാൽ വീഡിയോ വിവരണത്തിൽ സൂചിപ്പിച്ചതുപോലെ അവന്റെ വേഗതയും കഴുത്തിന് പകരം വയർ ഹെൽമെറ്റിലൂടെ കടന്നുപോകുമ്പോൾ അത് പൊട്ടിപ്പോകാൻ കാരണമായി. ഒരു ATV ട്രെയിലിന്റെ മധ്യത്തിൽ ഒരു മാരകമായ ബൂബി ട്രാപ്പ് സ്ഥാപിക്കുന്നത് പോലെയുള്ള അവിശ്വസനീയമാംവിധം തിന്മ ചെയ്യുന്നതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നതായി തോന്നാം. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, ഡെർട്ട് ബൈക്ക് ATV കമ്മ്യൂണിറ്റിയിൽ ഇത് വളരെ സാധാരണമാണ്. ചിലപ്പോൾ ഈ വയറുകൾ ബൈക്ക് യാത്രികരെ അവരുടെ വസ്തുവിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ആളുകളാണ് സ്ഥാപിക്കുന്നത്. മറ്റുള്ളവ ശബ്ദം കേട്ട് പ്രകോപിതരാകുകയും പ്രശ്നം പരിഹരിക്കാൻ അക്രമം നടത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്ന സൈക്കോകളാണ് സ്ഥാപിക്കുന്നത്. ബാക്കിയുള്ളവ തലയിൽ കുഴപ്പമുള്ളവരും ഒരു കാരണവുമില്ലാതെ മറ്റുള്ളവർക്ക് ദോഷം വരുത്താൻ ആഗ്രഹിക്കുന്നവരുമാണ് സ്ഥാപിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ട്രാപ്പ് സ്ഥാപിച്ചതിന് ആരാണ് ഉത്തരവാദിയെന്ന് പറയാൻ കഴിയില്ല. വയർ അല്പം താഴെയായി സ്ഥാപിച്ചിരുന്നെങ്കിൽ അപകടം എളുപ്പത്തിൽ മാരകമാകുമായിരുന്ന വീഡിയോകളിൽ ഒന്ന് മാത്രമാണിത്. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് കുറഞ്ഞ പരിക്കുകളോടെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. കൂടാതെ ഇത്തരം കെണികൾക്കായി, പ്രത്യേകിച്ച് മരങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള ഒരു മാർഗമായി അദ്ദേഹം തന്റെ വീഡിയോ ഉപയോഗിച്ചു.
2014 വേനൽക്കാലത്ത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഫെർണിക്ക് സമീപമുള്ള മലനിരകളിൽ സൈക്കിൾ ചവിട്ടുകയായിരുന്ന ക്രിസ് എന്നൊരാൾ ഉയരമുള്ള പുല്ലിൽ ഒരു മൃഗം തന്റെ അടുത്തേക്ക് വരുന്നത് പെട്ടെന്ന് ശ്രദ്ധിച്ചു. പെട്ടെന്ന് അത് ഒരു പർവ്വത സിംഹമാണെന്ന് അയാൾക്ക് മനസ്സിലായി. അപ്പോഴാണ് അവൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ഒരു പർവ്വത സിംഹമുണ്ട്. അവൻ പുല്ലിൽ കുനിഞ്ഞിരിക്കുകയാണ്. അവൻ യഥാർത്ഥത്തിൽ എന്റെ അടുത്തേക്ക് വരുന്നു. ആദ്യം മൃഗം എവിടെയാണെന്ന് കൃത്യമായി കാണാൻ പ്രയാസമാണ്, പക്ഷേ ക്രിസ് പാതയിലേക്ക് നടക്കുമ്പോൾ പുല്ലിൽ നിന്ന് അത് ഉയർന്നുവരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതൊരു പർവ്വത സിംഹമാണ്. അവൻ എന്നെ പിന്തുടരുന്നു. പർവ്വത സിംഹങ്ങളെ കാണുന്നത് അപൂർവമാണെങ്കിലും ചില സാഹചര്യങ്ങളിൽ അവ ആളുകളെ ആക്രമിക്കുന്നതായി അറിയപ്പെടുന്നു. ഉയരമുള്ള പുല്ലിൽ നിങ്ങളെ പിന്തുടരുന്ന ഒന്ന് നിങ്ങളെ തുറിച്ചുനോക്കുമ്പോൾ പതുക്കെ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അപകടത്തിലാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ദൃശ്യങ്ങൾ തുടങ്ങി ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിംഹം നിങ്ങളെ കാണാൻ സന്തോഷം. നിങ്ങളെ കാണാൻ സന്തോഷം. ഞാൻ നിങ്ങളെക്കാൾ വളരെ വലുതാണ്. അടുത്ത കുറച്ച് മിനിറ്റുകളിൽ ക്രിസ് മൃഗത്തെ പോകാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അത് അവനെ ചുറ്റിനടന്ന് കാട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിനടുത്തുള്ള ഉയരമുള്ള പുല്ലിൽ അവനെ തുറിച്ചുനോക്കി പിന്തുടരുന്നു. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം അപ്ലോഡർ പ്രധാന പാതയിലേക്ക് കുറച്ച് ചുവടുകൾ എടുത്ത് തന്റെ കാറിലേക്ക് മടങ്ങുന്നു. പക്ഷേ പർവ്വതനിര അവനെ വീണ്ടും വെട്ടിമാറ്റുന്നതിനു മുമ്പ് അയാൾ അധികം ദൂരം പോകും. ത്തെ പിരിമുറുക്കത്തിന് ശേഷം പർവ്വതസിംഹം തിരിഞ്ഞ് മരങ്ങളിലേക്ക് അപ്രത്യക്ഷമാകുന്നു. അത്തരമൊരു സ്ഥാനത്ത് ആയിരിക്കുന്നത് തികച്ചും ഭയാനകമായിരിക്കണം, പ്രത്യേകിച്ചും സിംഹം ആക്രമിക്കാത്തതിന്റെ ഒരേയൊരു കാരണം അത് ആഗ്രഹിക്കാത്തതുകൊണ്ടാണെന്ന് നിങ്ങൾ പരിഗണിക്കുമ്പോൾ. കൂടുതൽ ഭീഷണി തോന്നിയിരുന്നെങ്കിൽ അത് എളുപ്പത്തിൽ ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തുമായിരുന്നു. ഭാഗ്യവശാൽ അത് ഒരു അടുത്ത നിമിഷം മാത്രമായിരുന്നു. ഭയാനകമായ ഏറ്റുമുട്ടലിൽ നിന്ന് ക്രിസിന് പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞു. 2019 മാർച്ചിൽ ന്യൂജേഴ്സിയിലെ ഫെയറിനിൽ നിന്നുള്ള 5 വയസ്സുള്ള ഒരു പെൺകുട്ടി റൂട്ട് 208 തൊട്ടുപിന്നാലെ തന്റെ വീടിന് പിന്നിലുള്ള ഒരു വനപ്രദേശത്തുള്ള ഒരു അരുവിക്ക് സമീപം തന്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കുകയായിരുന്നു. 13 വർഷമായി അവർ അവിടെ താമസിക്കുന്നതിനാൽ കുടുംബത്തിന് നന്നായി അറിയാവുന്ന ഒരു പ്രദേശമായിരുന്നു ഇത്. പെൺകുട്ടിയുടെ പിതാവ് ഡേവ് കോട്ടയും ഭാര്യയും തങ്ങളുടെ കുട്ടിയെ വീടിന് പിന്നിലെ കാട്ടിൽ കളിക്കാൻ വിട്ടതിൽ പൂർണ്ണമായും സുരക്ഷിതരാണെന്ന് തോന്നി. എന്നാൽ ആ പ്രത്യേക ഉച്ചതിരിഞ്ഞ് എപ്പോഴോ പെൺകുട്ടി കാട്ടിൽ ഒരു കൂട്ടം വസ്ത്രങ്ങൾ കണ്ടു. അതിനുശേഷം അവൾ ഉടൻ തന്നെ ഓടിച്ചെന്ന് താൻ കണ്ടെത്തിയ കാര്യം അച്ഛനോട് പറഞ്ഞു. വിചിത്രമെന്നു പറയട്ടെ, വസ്ത്രങ്ങൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയതായി കാണപ്പെട്ടു. കീറിപ്പറിഞ്ഞ വസ്ത്രത്തിൽ സംശയാസ്പദമായ ചുവന്ന പാടുകൾ ഉണ്ടായിരുന്നു. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ മാത്രമായിരുന്നു ബണ്ടിലിൽ ഉള്ളതെന്ന് സ്ഥിരീകരിച്ച ശേഷം ഡേവ് ബർഗൻ കൗണ്ടി ഷെരീഫ് ഓഫീസിൽ വിളിച്ച് സംഭവം റിപ്പോർട്ട് ചെയ്തു. വീടിനടുത്തുള്ള കാട്ടിലേക്കുള്ള പ്രവേശന കവാടത്തിനടുത്ത് ഒരു കൂട്ടം മുറിച്ച വസ്ത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അസാധാരണമായി തോന്നി. അവരുടെ മകൾ വസ്ത്രങ്ങൾ കാണുന്നത് ഇതാദ്യമാണെങ്കിലും അവർ മാസങ്ങളായി കാട്ടിലായിരുന്നതായി തോന്നി. അമിതമായ തേയ്മാനത്തിന് ഇത് കാരണമായി. പക്ഷേ വസ്ത്രത്തിലുടനീളമുള്ള സംശയാസ്പദമായ മുറിവുകളും പാടുകളുമല്ല. ഉടൻ തന്നെ ഫെറലോൺ പോലീസ് പൊതുജനങ്ങളോട് വസ്ത്രങ്ങൾ തിരിച്ചറിയാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ തുടങ്ങി. ഇത് കൂടുതൽ ദുഷ്ടമായ ഒന്നല്ല, മറിച്ച് ഒരു തമാശ മാത്രമാണെന്ന് പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ ആരും മുന്നോട്ട് വന്നില്ല. വസ്ത്രങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യവുമായോ ഇരയുമായോ ബന്ധിപ്പിക്കുന്നതുവരെ പോലീസ് വകുപ്പിന് പരിശോധനയ്ക്കായി അവ സ്വീകരിക്കാൻ കഴിയില്ല. ഇന്നുവരെ ഫെറലോൺ പോലീസ് വകുപ്പിലെ പോലീസിന് വസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ആരുമായും പൊരുത്തപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ കടും ചുവപ്പ് നിറത്തിലുള്ള പാടുകൾ സൂചിപ്പിക്കുന്ന ഭയാനകമായ വിധി ആ വസ്ത്രങ്ങളുടേതാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.